ഹലോ, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ടൈമാണ്. എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ബ്രദറിൻ്റെ മാരേജ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് കാലത്തൊട്ട് കല്യാണം ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള 1-2 ടിപ്സ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിനെ കുറിച്ചിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ മാരേജ് ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഏതാണ്ട് കുറച്ച് ഫ്രീക്ക് അല്ലെങ്കിൽ ഏതൊരാൾക്കും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് നട്ടപ്പാതിരിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഈ ഫംഗ്ഷൻ ഭയങ്കര ബോറായി തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നേരത്തെ കുട്ടി അങ്ങ് എടുത്തങ്ങോ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ. കാരണം എന്നെ പോലുള്ള ഒരു അബദ്ധം ഇനി ആർക്കെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാലത്തോട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ മാസങ്ങളോളം അല്ലെങ്കിൽ ഇത് എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ട് ആ ഒരു ടൈം തൊട്ട് നമ്മൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് അടിപൊളി പ്രോഗ്രാം ആക്കണം എന്നൊക്കെ നമ്മൾ ആരാണെങ്കിലും കരുതുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ വീണ്ടും കാൽക്കുലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇന്ന ടൈമിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഹെയർ അങ്ങനെ ചെയ്യണം, ഹെയർ അങ്ങനെ ഡൂ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുന്ന പോലെ ഞാനും ഗംഭീരമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സംഭവിക്കുന്ന 1-2 അബദ്ധങ്ങൾ അതിപ്പോ ഇന്ന് എനിക്ക് കൺഫേം ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ ഹെയർ ഈ മാരേജോ അല്ലെങ്കിൽ ഇതിൽ എൻഗേജ്മെന്റോ എനിവേ ഏതൊരു ഫംഗ്ഷനോ ആവട്ടെ, അന്നേരം ഫംഗ്ഷനൊക്കെ പോകുന്ന നേരത്ത് നല്ല അടിപൊളി ഷാമ്പു ഒക്കെ ഇട്ടിട്ട് ചിലരൊക്കെ ഇങ്ങനെ നല്ല പൊക്കി വെച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. പക്ഷെ എൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകാൻ നേരത്തെ എൻ്റെ മുടി ഉണ്ടല്ലോ ഒട്ടി കിടക്കും. എണ്ണ ഇല്ലെങ്കിലും ഒരു കുട എണ്ണ ഒഴിച്ച ഫീലാണ് എൻ്റെ ഹെയറിന് കേട്ടോ. സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് സത്യമായിട്ടും എണ്ണയില്ല പക്ഷെ ഒട്ടി കിടക്കുന്ന ഒരു ഫീലാണ്. ഈ ഒരു ഫീലിൽ നമ്മൾ എന്തോരം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കിയാലും കട്ടയ്ക്ക് ഫെയിൽ ആവത്തേ ഉള്ളൂ, നടക്കത്തില്ല. എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടിപ്പോയി. അതായത് എന്തോരം മെനക്കെട്ട് ഹെയറിനെ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നോക്കിയാലും പഴയ ഒരു 89 ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫീലിലെ മുടി കിടക്കുള്ളൂ. മറ്റേ പണ്ടല്ല സിനിമാ നടിമാരൊക്കെ ഹെയർ ഡൂ ചെയ്യല്ലേ, ഈ ഒരു രീതിക്ക്, ആ ഒരു രീതിക്ക് മാത്രമേ മുടി കിടക്കുള്ളൂ. ഇനിയിപ്പോ ആകെ കൂടിയുള്ളൊരു സൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി പിടിച്ചതേ ഇവിടെ ഒരു ബണ്ണെടുത്തിടാം, അതല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പിന്നിടാം. ഈ ഒരു കാരണം അല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു പോവഴി അല്ലാതെ എൻ്റെ ഹെയറിനെ ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് കുറച്ച് സൂത്രങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് പറ്റിയ 1-2 അബദ്ധങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാമ്പു ഉണ്ടല്ലോ, ഷാമ്പുവിനെ ഞാൻ പേഴ്സണലി ഒരിക്കലും കുറ്റം പറയില്ല. അടിപൊളി ബ്രാൻഡാണ്, അടിപൊളി ഷാമ്പു ആണ്. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറ്റം പറയുന്നതായിട്ടുള്ള വീഡിയോസ് ഒന്നല്ല. എൻ്റെ കയ്യിൽ വന്ന 1-2 അബദ്ധങ്ങൾ, ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ പാറി പറന്ന് നിൽക്കുന്ന നേരത്ത് ഇതിങ്ങനെ ഒട്ടിക്കൂടി കിടക്കുന്ന എൻ്റെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, അപാകതകൾ, എനിക്ക് വന്ന സാധനം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഹെയർ കുറച്ചൊക്കെ ഷാമ്പു ഇട്ട് ഇങ്ങനെ ജിൽ നിന്നാലാണ് നമുക്ക് അത് നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് അതായിരിക്കുമല്ലോ, അങ്ങനെയാണ് ആക്ച്വലി, അങ്ങനെയാണ് ശരിക്ക്. ഷാമ്പു ഒക്കെ ഇട്ട് നിന്നാലാണ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 ദിവസമാണ് എണ്ണ നന്നായിട്ട് യൂസ് ചെയ്ത് തലയൊക്കെ മസാജ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഞാനത് വാഷ് ചെയ്ത് കളയും. ഒന്നുമില്ലെങ്കിൽ ഷാമ്പു ഇടും, ഡാൻഡ്രഫിന്റെ ഒക്കെ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്, അതെടുത്തിടും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നാടൻ താളിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹെയറിന്റെ ഏതെങ്കിലും പാക്ക്, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടാണ് യൂസ് ചെയ്യാറ്. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കല്യാണം ആയപ്പോഴത്തേക്കും ഇന്നലെയൊക്കെ എൻ്റെ മുടി ഉണ്ടല്ലോ ഭയങ്കര ഫ്രിസി ആയിരുന്നു. അതായത് ഇങ്ങനെ ചപ്രത്തലയായിട്ട് ഇരിക്കുന്ന ടൈമായിരുന്നേ. പിന്നാണല്ലോ നമുക്ക് കല്യാണം, സൺഡേ. ഈ വീഡിയോ എന്നെ എഡിറ്റ് ചെയ്ത് വരുന്നത് എനിക്കറിയില്ല. എന്തായാലും സൺഡേ ആയിരുന്നു കല്യാണം ഉണ്ടായിരുന്നേ, ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ പോകുന്നതിന്റെ അന്ന് കാലത്ത് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഷാമ്പു ഉണ്ടല്ലോ, ഇത് ധാത്രിയുടെ ദീദി ഡെയിലി ഹെർബൽ ഷാമ്പു ആണ് കേട്ടാ. ഇതെടുത്ത് അങ്ങോട്ട് യൂസ് ചെയ്തു. ഇത് ഞാൻ 1-2 ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും കാലത്ത് ഇതങ്ങോട്ട് എടുത്ത് യൂസ് ചെയ്യും. ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ഷാമ്പു അല്ലേ, ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് പാറി പറന്ന് നിൽക്കാലോ എന്നും കരുതിയിട്ട് എടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഇത്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, എനിക്ക് മുടി ഭയങ്കര ഓയിൽനെസ് തോന്നുന്നുണ്ട്.
ഷാംപൂവിന്റെ കൂട്ടത്തിൽ എനിക്കിത് അങ്ങോട്ട് പറ്റുന്നില്ല. ഈ ബ്രാൻഡിന് ഞാൻ ഒട്ടും പറയുന്നതൊന്നുമല്ല, പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് ആരും ഫംഗ്ഷന് പോവാം അല്ലെങ്കിൽ ഈ ഒരു ഷാമ്പു വാഷ് ചെയ്തിട്ട് ഫംഗ്ഷന് ഇറങ്ങാം എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ തന്നെ നിർത്തിക്കോ. നാളെ എങ്ങാനും പോകുന്ന ഫംഗ്ഷന് യൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യരുത്. കാരണം അത് ഡെയിലി ഹെർബൽ ഷാമ്പു ആണ്. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ഓയിലിനെസ് ഉള്ള പോലെ. സത്യം പറഞ്ഞതാ, നോക്ക്, ഇന്ന് കാലത്ത് ഞാൻ ഷാമ്പു ഇട്ടതാണ്. ഇതേ കണ്ടോ, ഒട്ടും ഷാമ്പൂ ഇട്ട ഫീൽ എനിക്കില്ല. ഇതിപ്പോ ഒരു കൂടെ എണ്ണ തേച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക്. ഇത് വെച്ച് എനിക്ക് ഒന്നും ഹെയർ ചെയ്യാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് മൊത്തം പിന്നിട്ടിട്ടാണ് പോയത് ഫംഗ്ഷന്. ഓൾഡ് ഫാഷൻ അങ്ങനെ പറയാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയായിരുന്നു, അമ്മ പറഞ്ഞയച്ചായിരുന്നു. ആ രീതിക്കാണ് ഇന്ന് കല്യാണത്തിനൊക്കെ പോയത്, പിന്നിട്ടിട്ട് അവസ്ഥ. ഓക്കെ, അപ്പൊ ഈ ഷാമ്പു യൂസ് ചെയ്ത കാരണമാണ് എനിക്ക് ഒത്തിരി ഹെയർ ഓയിലി ആയിട്ട് തോന്നിയത്. അപ്പൊ നിങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുന്ന അന്ന് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രി ഹെയർ വാഷ് ചെയ്യുക. അന്നത്തെ ദിവസം ഹെയർ വാഷ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നിങ്ങളെ കല്യാണ വീട്ടിൽ കയറ്റാതിരിക്കൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇന്നലത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് വൈകിട്ട് കുളിക്കാൻ പറ്റിയില്ല. അത് അപ്പത്തായി എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനാണെങ്കിൽ നേരെ ഈ യൂസ് ചെയ്ത ഷാമ്പു ഇതായി പോയി. അതുകൊണ്ട് തന്നെ അതിന്റെ റീസണും കൂടെ ആയിട്ട് നല്ല വെളിച്ചെണ്ണ, നല്ല ഓയിൽലെസ് ആണ് എന്റെ ഹെയറിന് ഉണ്ടായത്. അപ്പൊ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ഇത്തരം ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഷാമ്പു ഉണ്ടേ, കാണിക്കാം, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ സത്യം പറഞ്ഞ ഇത് യൂസ് ചെയ്യാറില്ല. ഇത് ക്ലിനിക് പ്ലസ് ആണേ, കണ്ട, ക്ലിനിക് പ്ലസ്. ഇത് ₹1 പാക്കറ്റാണ് കേട്ടോ. ഇത് ഞാൻ ഡ്രസ്സൊക്കെ അലക്കാമെന്നും കരുതിയിട്ട് വാങ്ങിക്കുന്നതാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി നിൽക്കാറുണ്ട് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൽ ഫംഗ്ഷന് പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല ഷാമ്പു യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഓയിൽലെസ് ആക്കുന്ന ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ എണ്ണ ഉണ്ടല്ലോ, എണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ വിചാരിച്ചു കുറേയൊക്കെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പാറി പറന്ന് നിൽക്കും എന്നൊക്കെ ഒരു തരം സങ്കല്പമായിരുന്നു എനിക്ക്. ഇതോടുകൂടി എല്ലാം തീർന്ന്. എന്റെ ധാരണ ശരിയാണെങ്കിൽ ഇപ്പോൾ ഓയിലി ഉള്ള ഹെയർ ആണെങ്കിൽ ആ ഓയിൽലെസ് മാറ്റാനുള്ള 1-2 പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇനി ഞാൻ കണ്ടിട്ടില്ല. ഏതാണ്ട് ഒരു റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കണ്ടതാണ്. അതുണ്ടെങ്കിൽ നമ്മൾ എന്തോരം ഓയിലി ആണെന്നുണ്ടെങ്കിലും ആ ഓയിൽനെസ് മാറ്റി അവിടെ നല്ല ഡ്രൈ സ്കാൽപ്പല്ല ഹെയർ ആക്കി തരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ 1, 2, 3 ഫംഗ്ഷനായി ഇതുപോലെ ഓയിലി ആയ പോലെ ഹെയർ കെട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒട്ടിക്കൂടുന്നേ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു ടിപ്സ് എന്ന് പറഞ്ഞത് ഇതുപോലത്തെ സ്പ്രേസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം. ഇത് ഹെയർ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്പ്രേ ആണ്. ഇത് ഗാറ്റ്സ്ബി അങ്ങനെ എന്തോന്നാണ് പ്രൊനൗൺസ് ചെയ്യാൻ, സത്യസന്ധമായിട്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. സെറ്റ് ആൻഡ് കീപ്പ് സ്പ്രേ എക്സ്ട്രീം ഹോൾഡ്. ഇത് ഹെയർ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ്. ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ഇത് അടിച്ചിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കുളിക്കണം, അങ്ങനെ ഒന്നുണ്ട്. അപ്പൊ കുളിക്കാതിരിക്കില്ലെന്ന് അറിയാം, എങ്കിൽ കൂടി ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലത്തെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുളിക്കണം നിർബന്ധമാണേ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് കുളിക്കാതിരിക്കാമെന്നൊന്നും പാടില്ല. ഓക്കെ, ഞാനിതിന്റെ ഡേറ്റ് എന്തോരം ഉണ്ട് നോക്കിയതാ, വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടത്തില് നമ്മള് ഹെയറിനെ കേളി ചെയ്യാണ്. അങ്ങനെയൊക്കെ കേളി ചെയ്യുകയാണെങ്കിൽ ഓക്കെ കിടക്കും. കാരണം ഇത് എനിക്കൊരു വേവി ലെങ്ത്തിൽ കിടക്കല്ലേ. കേളി ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഓയിൽനെസ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയി കിടക്കുന്ന ഫീൽ വരും. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ഇതൊരു കേൾ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സ്ട്രെയിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ്നർ ആണ് യൂസ് ചെയ്യാറുള്ളത്. സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഒത്തിരി ഓയിലി ആയിട്ട് ഇരിക്കുന്ന ഹെയറിനെ സ്ട്രെയിറ്റ് ചെയ്താൽ കൂടെ ഒട്ടിയിട്ടാണ് എനിക്കിന്ന് തോന്നിയത്. ഞാൻ ഇന്ന് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചതായിരുന്നു. പക്ഷെ ഇതേ അവസ്ഥ ഇതായി പോയി. ശരിക്കും ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഫീൽ. എന്ത് ചെയ്തിട്ടോ എന്തോ കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ബി ബ്രാൻഡിന്റെ മുന്നേ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ധാരണ. ഇത് ഹോട്ട് ഷൂട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് കേട്ടോ. ഇതും ഹീറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മള്
നമ്മൾ ഹെയർ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, ഇപ്പോൾ സ്ട്രെയിറ്റ്നർ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കേളർ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അന്നേരം യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ആണ് ഇത്. ശരിക്കും ഒരു അലോവേര ജെല്ലിൻ്റെ ഒക്കെ ജ്യൂസ് ഇല്ലേ, ആ ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നി. ഞാൻ സ്പ്രേ ചെയ്ത് കാണിക്കാം. കണ്ടോ, അങ്ങനത്തെ ഒരു നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സിറം ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. ബി ബ്ലൻഡിൻ്റെ ആണ് ഇത് കൊള്ളാം കേട്ടോ, ഇതും നല്ലതാണ്. ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ ഹോൾ വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ, അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം കേട്ടോ, നമ്മുടെ ചാനലിൽ ഇടാവുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഷാംപൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഫംഗ്ഷന് പോവുകയാണെങ്കിൽ കൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. കാലത്ത് കുളിക്കുകയാണെങ്കിൽ കൂടി നന്നായിട്ട് തന്നെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ ഡ്രയർ ഒക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്താൽ മതിയാവും. അത്രയേ വേണ്ടൂ. ഇപ്പൊ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റണ്ട. അപ്പൊ ധാത്രിയുടെ ദീദി ഹെർബൽ ഡെയിലി ഡാൻഡ്രഫ് ഷാമ്പു എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതുപോലെ ഓയിലി ആവും. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ആ ഒരു ഷാമ്പു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി കണ്ടന്റ് അടങ്ങിയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നല്ല ഓയിൽലെസ് ആയിട്ടൊക്കെ കിടക്കുന്നത്. ഇപ്പം ശരിക്കും പഴയ ഒരു സിനിമ നടിയുടെ ലുക്കല്ലേ, ആ ഒരു രീതിക്കാണ് ഹെയർ കിടക്കുന്നത്. അപ്പോൾ അന്നേരം അങ്ങനെ ഒന്നും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഷാമ്പു യൂസ് ചെയ്യുക. അങ്ങനെ നല്ല ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ പതപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്തോ അറിയണ്ടായിരുന്നു, ഇങ്ങനെ പതപ്പിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഹെയറിന് നല്ല രീതിക്കൊക്കെ ഹെയറിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ചെറിയൊരു ടിപ്പ് പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ പോയി ചാടണ്ടെന്നും കരുതി നേരത്തെ ഈ കുട്ടി പ്രിപ്പയർ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണും വരെ. ടാറ്റാ ബൈ ബൈ.